ഹായ്, എൻ്റെ പേര് സ്മിത. ഞാൻ റീസെൻ്റ് OET വിന്നറാണ്. ഞാൻ ടീച്ചേഴ്സ് അക്കാഡമിയിലാണ് പഠിച്ചത്. ഞാൻ ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. വർക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് തന്നെ പഠിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ടീച്ചേഴ്സ് അക്കാഡമി റെക്കമെൻഡ് ചെയ്തത്. കാരണം നമുക്കിവിടെ റീഡിങ് ലിസണിങ് ഒക്കെ അൺലിമിറ്റഡ് ആയിരുന്നു. പിന്നെ ഒക്കെ തന്നെ നമുക്ക് ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതൊക്കെ റെക്കോർഡ് വീഡിയോസ് അവൈലബിൾ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നായിരുന്നു എൻ്റെ മെയിൻ പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ടീച്ചേഴ്സ് അക്കാഡമിനെ കുറിച്ച് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സാറിൻ്റെ കുറച്ച് ഗ്രാമറിൻ്റെ വീഡിയോസ് കണ്ടു. അതോടെ കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു എന്തായാലും ഇവിടെ തന്നെ ചേരാം. ഞാൻ അന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ടീച്ചേഴ്സിൽ ജോയിൻ ചെയ്തു. ഡ്യൂട്ടിയുടെ കൂടെ എനിക്ക് കുഞ്ഞും കൂടെ ഉണ്ട്. അപ്പം വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇനീഷ്യൽ ലെവലിലൊക്കെ ക്ലാസ്സസ് കൊണ്ടുപോകാനും പഠിക്കാനൊക്കെ സമയം എനിക്ക് വളരെ കുറവായിരുന്നു. രാത്രിയിലൊക്കെയായിരുന്നു കുറച്ച് നേരമൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഞാൻ പഠിക്കാൻ വേണ്ടി തന്നെ മാറ്റിവെച്ചു. സാറിൻ്റെ നമുക്ക് ടീച്ചേഴ്സിൽ പറയുകയാണെങ്കിൽ മെയിൻ നമുക്ക് അവിടെ ഒരു സ്ട്രക്ചർ തരുന്നുണ്ട്. നമ്മളെങ്ങനെ തുടങ്ങണം, എങ്ങനെ എക്സാം ഡേറ്റ് വരെ എടുക്കുന്ന ഡേറ്റ് വരെ നമ്മളെങ്ങനെ എത്തണം എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ടൊരു പാത്ത് വേ വരെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ കൂടെ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് എല്ലാവർക്കും OET ക്രാക്ക് ചെയ്യാൻ പറ്റും. സാറിൻ്റെ ഗ്രാമർ ക്ലാസ്സസ് പിന്നെ പറയണ്ട, അത് അത്രയും എന്താ പറയുക, നമ്മുടെ ലൈഫ് ലോങ് അസറ്റാണത്. ഞാൻ ആദ്യമൊക്കെ ഞാൻ റൈറ്റിങ്ങിന് ഗ്രാമർ വേണോ വേണ്ട എന്ന് ഞാൻ ചിന്തിച്ചിരുന്ന ഒരാളാണ്. പിന്നെ സാറിൻ്റെ ഗ്രാമർ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ മനസ്സിലായി നമ്മൾ എത്രത്തോളം പൊട്ടത്തരങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരുന്നതെന്നും പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ. ഇത്രയും നമ്മുടെ ഈവൻ എൻ്റെ നേഴ്സസ് നോട്ട് വരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ സാറ് പറയുന്ന പോലെ നമ്മുടെ ലെറ്റർ നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെന്ന് നമുക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അത്രയും നമ്മുടെ ഗ്രാമർ അത്രയും ഡീപ്പായിട്ടാണ് സാർ നമ്മൾ ഗ്രാമർ പഠിപ്പിക്കുന്നത്. പിന്നെ ദീപ്തി മാമിൻ്റെ റൈറ്റിംഗ് ക്ലാസ്സസ് പറയുകയാണെങ്കിൽ എൻ്റെ റൈറ്റിങ്ങിൻ്റെ ബേസ് തന്നെ മാമിൻ്റെ ക്ലാസ്സസും സാറിൻ്റെ ഗ്രാമർ ക്ലാസ്സസുമാണ്. ലൈവ് സെഷൻസ് എനിക്ക് അധികം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ കൂടുതലും റെക്കോർഡഡ് വീഡിയോസാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പഠിക്കാനായിട്ട്. അപ്പം ഈ ഓരോ കാര്യങ്ങളും മാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് എങ്ങനെ എഴുതണം, ഈവൻ ഇപ്പോൾ നമ്മൾ തലേ ക്ലാസ്സിൽ ചോദിച്ച ഡൗട്ട് തന്നെയാണ് സ്റ്റുഡൻസ് ചിലപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലും ചോദിക്കേണ്ടായിരിക്കുക കമൻറ്റ് ബോക്സിൽ. പക്ഷേ ഒന്നിലും മാമിന് ഒരു മടുപ്പുമില്ലാണ്ട് മാം അത് ക്ലാരിഫൈ ചെയ്ത് തരും. വീണ്ടും എത്ര തവണ പറഞ്ഞു തരാനും ഒരു മടിയില്ല. അത് ഈവൻ ടിജു സാറിനാണെങ്കിൽ പോലും സാറിൻ്റെ ഗ്രാമർ ക്ലാസ്സസിൻ്റെ ഇടയ്ക്ക് തലേ ദിവസത്തെ ആണെങ്കിൽ പോലും വരുവാണെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ പഠിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും സാർ അത് വീണ്ടും നമ്മുടെ മനസ്സിലോട്ട് ആഴത്തിൽ അത് പതിയാനായിട്ട് സാർ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക, നമ്മുടെ മനസ്സിലത് പതിഞ്ഞു പോകും. നമുക്കത് ഒരിക്കലും മറന്നു പോവില്ല. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ OET ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫ് ലോങ് അസറ്റാണ് സാറിൻ്റെ ഗ്രാമർ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരിക്കലും അത് മറക്കില്ല. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് സാറിനും ദീപ്തി മാമിനും എൻ്റെ ട്യൂട്ടേഴ്സിനും ഒക്കെ. OET പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞാൻ ടീച്ചേഴ്സ് അക്കാഡമി ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ടീച്ചേഴ്സ് അക്കാഡമി.